Hi guys! ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് തൈര് ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു അടിപൊളി ഹെയർ ടോണറിൻ്റെ റെമഡി ആയിട്ടാണ്. ഈ ഒരു തൈരിനെ പറ്റി എനിക്ക് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഈ ഒരു തൈര് എത്രമാത്രം നമ്മുടെ മുടിക്ക് ബെനിഫിറ്റ് ആണെന്നുള്ളത്. ഇപ്പോൾ ഈ ഒരു ചിത്രത്തിൽ കാണുന്ന പോലെ തന്നെ മുടി നല്ല രീതിക്ക് സോഫ്റ്റ് ആൻഡ് സപ്പിൾ ആയിട്ട്, അതായത് നല്ല രീതിക്ക് കണ്ടീഷണർ ഉപയോഗിച്ച പോലെ തന്നെ നല്ലൊരു രീതിക്ക് മുടി മാനേജബിൾ ആയിട്ട് ഇരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. മാത്രമല്ല ഈ ഒരു തൈരിനകത്ത് അടങ്ങിയിരിക്കുന്ന ലാക്റ്റിക് ആസിഡ് നമ്മുടെ സ്കാൽപ്പിൽ ഉണ്ടാവുന്ന ഡെഡ് സെൽസിനെ റിമൂവ് ചെയ്യാനായിട്ടും അതുപോലെ തന്നെ സ്കാൽപ്പിലത്തെ ആ ഒരു പോസൊക്കെ നല്ല രീതിക്ക് ക്ലീൻ ചെയ്ത് നമ്മുടെ ഹെയർ ഫോളിക്കിൻ്റെ ആ ഗ്രോത്ത് കൂട്ടാനായിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരാളാണ് തൈര്. പക്ഷെ നമ്മളിവിടെ ഇന്ന് തൈരല്ല എടുക്കുന്നത്, തൈര് വെച്ചുകൊണ്ടുള്ളൊരു ടോണർ തന്നെയാണ്. പക്ഷെ നമ്മളിവിടെ വേറൊരു മെത്തേഡിൽ, അതായത് തൈര് എടുക്കാതെ അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന വാട്ടർ, അതായത് ഈ ഒരു തൈര് നമ്മൾ ഒരു ടവൽ ഉപയോഗിച്ച് പിഴിയുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്തുള്ള ആ ഒരു വാട്ടറി മാത്രം നമുക്ക് കിട്ടും. തൈരിൻ്റെ ആ ഒരു കട്ടയായിട്ടുള്ള പിശുടൊന്നും നമുക്ക് ആവശ്യമില്ല. ജസ്റ്റ് സ്ക്വീസ് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ വെള്ളം മാത്രമായിട്ട് വരുന്നുണ്ട്. ഞാനിപ്പോൾ ഇവിടെ അരിപ്പ് ഉപയോഗിച്ചിട്ടാണ് സ്ക്വീസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് ടവൽ ഉപയോഗിച്ചിട്ടൊരു ടവലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ക്ലോത്ത് ഉപയോഗിച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ നല്ല രീതിക്ക് അതിൻ്റെ സ്ക്വീസ് ചെയ്തിട്ട് ആ ഒരു വാട്ടർ നമുക്ക് കിട്ടും കേട്ടോ. ഈ ഒരു വാട്ടറിനകത്താണ് നമ്മൾ 1-2 കാര്യങ്ങൾ ആഡ് ചെയ്യുന്നുണ്ട്. ഇതാണ് നമ്മുടെ മുടി നല്ല രീതിക്ക് വളർച്ച കൂട്ടാനായിട്ടും മാത്രമല്ല മുടിയിലുണ്ടാകുന്ന പ്രോബ്ലംസ് എല്ലാം ക്ലിയർ ചെയ്യാനായിട്ടൊക്കെ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ഇത് സ്ക്വീസ് ചെയ്തിട്ട് ഈ കാണുന്ന രീതിക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ തുണി ഉപയോഗിച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഇത്രയും, എനിക്ക് തോന്നുന്നു തുണിയിൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇത്ര ആ ഒരു വൈറ്റ് കളറായിട്ട് കിട്ടത്തില്ല, ജസ്റ്റ് ഒരു ഓഫ് ആയിട്ടുള്ളൊരു കളറായിരിക്കും, നമ്മുടെ കഞ്ഞി വെള്ളമൊക്കെ പോലെ ഇരിക്കും കേട്ടോ. അപ്പോൾ ഞാനിത് എനിക്ക് തോന്നുന്നു അരിപ്പ് ഉപയോഗിച്ച് ചെയ്തുകൊണ്ടാണ് ഈ ഒരു വൈറ്റിഷ് കളറായിട്ട് കിട്ടിയിരിക്കുന്നത്. പിന്നീട് ഇതിനകത്തേക്ക് നമ്മൾ 1 ടീസ്പൂൺ റൈസ് കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നീട് നമുക്കിത് കുതിർക്കാനായിട്ട് ടൈം കൊടുക്കണം. അപ്പോൾ നമുക്ക് തലേന്ന് രാത്രി തന്നെ ഇത് ഈ ഒരു അരി ഇതിനകത്തേക്ക് ഡിപ്പ് ചെയ്തിട്ട് കുതിർക്കാനായിട്ട് ടൈം കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു 3-4 മണിക്കൂർ നേരത്തേക്ക് അങ്ങ് സെറ്റ് ആവാനായിട്ട് വെച്ചാൽ മതി. പിന്നീട് നമുക്കിതെടുത്ത് ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ മാക്സിമം ഇത് സ്ക്വീസ് ചെയ്യുന്ന സമയത്ത് ക്ലോത്ത്സ് ഉപയോഗിച്ചിട്ട് തന്നെ, അതായത് ടവൽ ഉപയോഗിച്ചിട്ട് തന്നെ സ്ക്വീസ് ചെയ്യാനായിട്ട് നോക്കുക കേട്ടോ. ഞാനിപ്പോൾ ചെയ്ത പോലെ അരിപ്പിലൊന്നും ചെയ്യേണ്ട, നിങ്ങൾ ജസ്റ്റ് ക്ലോത്ത്സ് ഉപയോഗിച്ചിട്ടൊന്ന് സ്ക്വീസ് ചെയ്തെടുക്കുക. പിന്നീട് നമ്മൾ ഇതിനകത്തേക്ക് ഒരാളെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഇത് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ആഡ് ചെയ്ത് കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ലെമൺ, അതായത് നമ്മുടെ നാരങ്ങ നീര് ആഡ് ചെയ്ത് കൊടുത്താലും മതി കേട്ടോ. 1 ടീസ്പൂൺ, കുഞ്ഞ് സ്പൂണിൽ 1 ടീസ്പൂൺ നാരങ്ങ നീര് ചേർത്ത് കൊടുക്കുക. ഇപ്പം ഞാനിവിടെ ചേർത്തിരിക്കുന്നത് ട്രീറ്റഡ് എസെൻഷ്യൽ ഓയിലാണ്. 2 ഡ്രോപ്സ് മതി കേട്ടോ, 2 തുള്ളി മാത്രം മതി. അപ്പോൾ അതുകൂടി ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഈ ഒരു എസെൻഷ്യൽ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നത് നമ്മൾ കുതിർത്തി വന്നതിന് ശേഷമാണ് കേട്ടോ, അല്ലാതെ ഓൾറെഡി നമ്മൾ അതിനകത്തേക്ക് മിക്സ് ചെയ്തിട്ട് കുതിർക്കാൻ വെക്കുന്നതല്ല. റൈസ് കുതിർന്ന് വന്നതിന് ശേഷമാണ് നമ്മൾ ഇതിനകത്തേക്ക് എസെൻഷ്യൽ ഓയിൽ ആഡ് ചെയ്യുന്നത്. അതായത് നമ്മൾ ഇത് ഉപയോഗിക്കുന്നതിൻ്റെ തൊട്ട് മുന്നായിട്ട് വേണം എസെൻഷ്യൽ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഈ രീതിക്ക് നിങ്ങൾ ചെയ്തതിന് ശേഷം ഇത് നിങ്ങളുടെ മുടിയിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. മീൻസ് നമ്മുടെ മെയിൻ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ബാക്കിയുണ്ടെങ്കിൽ നമുക്ക് മുടിയിലൊന്ന് ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. മെയിൻ നമുക്ക് സ്കാൽപ്പിൽ ഒരു കോട്ടൺ പഞ്ഞിയൊക്കെ ഡിപ്പ് ചെയ്തിട്ട് സ്കാൽപ്പിൽ നന്നായിട്ട് കോൺസെൻട്രേഷൻ ചെയ്തിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്ലൈ ചെയ്ത് ഏകദേശം ഒരു 20-25 മിനിറ്റ് വെച്ചതിന് ശേഷം നമുക്ക് മൈൽഡായിട്ടുള്ള ഷാമ്പു ഉപയോഗിച്ച് അങ്ങ് വാഷ് ചെയ്ത്